ഹലോ ഫ്രണ്ട്സ്, ഇത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ലോകത്തുള്ള പല പല രാജ്യങ്ങളത്തെ പല വെറൈറ്റി ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെ ഡ്രൈ ആക്കിയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ഓട്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു 6 ഗ്ലാസ് ഓട്സ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ആദ്യം സോക്ക് ചെയ്യണം. അപ്പോഴേക്കും നമ്മളിവിടെ പാലില്ല, പാലിഞ്ഞ് വാങ്ങിയിട്ട് വേണം. അപ്പോൾ പാല് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുമ്പോഴേക്കും ഇതൊന്ന് സെറ്റായി വരട്ടെ. അടുത്തായിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് ഒന്ന് സിമ്മാക്കിയിട്ട് വയ്ക്കുക. ഒന്ന് സിമ്മാക്കിയിട്ട് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സിമ്മിലിട്ട് അത്യാവശ്യം നല്ല ചീർത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ പഞ്ചാര, ഒരു തുള്ളി പഞ്ചാര പോലും ഇടില്ല. കാരണം ഇതിൽ കണ്ടമാനം പഞ്ചാര അവർ തന്നെ ഇട്ടിട്ട് പഞ്ചാര ഇട്ടിട്ടാണ് ഇത് ഡ്രൈ ഫ്രൂട്ട് റെഡിയാക്കിയിരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും പഞ്ചാര ഇട്ടിട്ട് മൊത്തം കൊളാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതിലൊരു തുള്ളി പഞ്ചാര നമ്മൾ ആഡ് ചെയ്യില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഓട്സ് ഇടാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ഇതിലേക്ക് ഏകദേശം നമ്മളൊരു 5 ഗ്ലാസ് 6 ഗ്ലാസ്സിനുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 16 സ്പൂണ് ഓട്സാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 16 സ്പൂൺ ഓട്സും നമ്മൾ ഇടുന്നത് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ വെറുപ്പ് പിടിച്ചിട്ട് ഇതാക്കണ്ട. ഓക്കെ, ഓട്സ് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ 16 സ്പൂൺ നമ്മൾ ഓട്സ് ഇട്ടു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി പാല് മിക്സ് ചെയ്യും. ഓക്കെ, പാൽ ഒഴിച്ചൂടുന്നുണ്ട്. ഓക്കെ, നല്ല മിൽമയുടെ പാലിൻ്റെ തനിമ, കേരളത്തിൻ്റെ നന്മ, നമ്മുടെ മിൽമ സാധനം നമ്മൾ ഒഴിക്കുകയാണ്. മിൽമ കെയർ പരസ്യമായിക്കോട്ടെ, ഫ്രീ ആയിട്ട്. എന്തായാലും നമ്മളെ കേരള സംസ്ഥാനത്തിൻ്റെ അല്ലേ ഇത്, കേരള സംസ്ഥാന സംഭവമല്ലേ ഇത്. ഓക്കെ, മാറ്റി എൻ്റെ കൈ മാറ്റി, എനിക്ക് സ്വർണത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, സമ്മതിച്ച് മാറ്റി പിടിക്കുന്നു. ഇപ്പോൾ അവസ്ഥ ഇതാണ്. ഇത് കുറച്ച് നേരം കൂടി നമ്മൾ വെക്കണം, ഒന്ന് സെറ്റായി എടുക്കാൻ വേണ്ടി. ഇപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് നേരം ഒന്ന് നല്ല ചീർത്ത് വരണം. ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ, ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഓൾറെഡി ചീർത്തിറക്കണു, ഒന്നും കൂടി നന്നായിട്ട് ചീർത്ത് വരണം. ഈ കുട്ടി ഇവിടെ വീഡിയോ കാണുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കലപലയിച്ചിട്ടുള്ള പരിപാടി സൗണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട. ഈ കുട്ടികളുള്ള വീട്ടിലൊക്കെ അവസ്ഥ എന്നാണ്. ഈ സാധനമാണ് 24 മണിക്കൂറും. ഇപ്പോൾ നമ്മുടെ ഓട്സ് ഏകദേശം സെറ്റാണ്. നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല വീർത്ത് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു. ഇത് ഇനി നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവം കൂടി ചേർത്ത് നമ്മുടെ വലുതാവും. അപ്പോൾ സംഗതി ഫുൾ സെറ്റാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഓട്സ് സംഗതി റെഡിയാണ്. ഇനി ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.